പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് അല്പം കൂടെ ആഴത്തിലേക്കൊന്ന് ചിന്തിക്കുകയാണ്. നമ്മളിവിടെ ഈശോനെയും മാതാവിനെയും കൂടെ കൂട്ടി ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കുകയാണ്. ധ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ടോക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മാതാവിൻ്റെ ഈ ടോക്കുകൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ടോക്ക് കേൾക്കുന്നതെങ്കിൽ ഇതിന് മുൻപൊക്കെ എടുത്ത ടോക്കുകളും കൂടെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എങ്കിലേ നമുക്കിതെല്ലാം മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരെണ്ണം മാത്രമാണ് ഈ ജൈനീസ് മീഡിയയിലൂടെ ഇത് കേൾക്കുന്നതെങ്കിൽ അതിന് മുമ്പൊക്കെ എടുത്തിരിക്കുന്ന ടോക്കുകളും കൂടെ കേൾക്കുക, ഇനി ബാക്കി എടുക്കാൻ പോകുന്നതും കൂടെ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ആഴപ്പെട്ട ഒരു മര്യഭക്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ഞാനൊരു വലിയ സംഭവമായോട് പറയുമല്ല. ഇതിനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തന്നതും വചനത്തിന്റെ വെളിച്ചത്തിലാണ്, സഭയുടെ പഠനത്തിലാണ് പറയുന്നത്, പഠനത്തിന്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ പലരൊക്കെ ചോദിച്ചും പലർ പറയുന്ന കേട്ടും ഒക്കെ ഉണ്ടാവാം. അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് യേശു ക്രിസ്തു എന്ന് ജനിച്ചു എന്ന് ധ്യാനങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് ഒത്തിരി പേര് പറയാറുണ്ട്, ബ്രദറെ അത് ചോദിക്കേണ്ട കാര്യമല്ലോ, സിമ്പിളായ ഒരു കാര്യമല്ലേ. യേശു ജനിച്ച ഡിസംബർ 25-ാം തീയതിയാണ്, ബത്ലഹേമിലാണ്, കാലിത്തൊഴുത്തിലാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഇപ്പം ചോദിച്ചപ്പോൾ ഉള്ളിൽ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടാവും. എന്നാൽ ഇത് സത്യമല്ല. പലപ്പോഴും നമ്മൾ സത്യമാണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സത്യങ്ങൾ സത്യമാണെന്ന് നിർബന്ധമില്ലല്ലോ. പ്രിയമുള്ളവർ, യേശു ജനിച്ചതെന്ന് പറയുന്നത് ബത്ലഹേമിലല്ല, ഡിസംബർ 25-ാം തീയതിയുമല്ല, കാലിത്തൊഴുത്തിലുമല്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഈശോയുടെ ജനനത്തിനില്ല. ഈശോ ജനിച്ചത് മാർച്ച് 25-ാം തീയതിയാണ്, മംഗളവാർത്താ ദിവസം. ഇപ്പൊ നമ്മുടെ മനസ്സിലോട്ട് എന്തോ ഒരു സംഭവം ഓടി വന്നിട്ടുണ്ടാവും അല്ലേ, എന്തോ ക്ലിക്കായിട്ടുണ്ട്. മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ അറിയിക്കുമ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം ഇനി നിറവേറട്ടെ. എന്ന് വെച്ചാൽ യേശു ജനിക്കുന്നത് മാർച്ച് 25-ാം തീയതി മറിയത്തിന്റെ ഉദരത്തിലാണ്. ഏറ്റവും കുഞ്ഞതായിട്ട് വചനമാംസമാകുന്നു മറിയത്തിന്റെ ഉദരത്തിൽ. അത് അന്നേരപ്പോൾ മറിയം നസ്രത്തിലാണ്, ബത്ലഹേമിലല്ല. ഇനി മറിയത്തിന്റെ ഉദരത്തിൽ 9 മാസം വളർന്ന ഈ യേശു ക്രിസ്തുവിനെ മറിയം പ്രസവിച്ച ദിവസം ഡിസംബർ 25-ാം തീയതിയാണ്. അതിലൊരു സംശയമില്ല, ഡിസംബർ 25-ാം തീയതിയാണ്. അതെവിടെയാണ്? കാലിത്തൊഴുത്തിലല്ല. കാലിത്തൊഴുത്തെന്ന് പറയുന്നത് അവിടെ കാലികൾക്കും അല്ലെങ്കിൽ അതിന്റെ അവിടെ കിട്ടുന്ന കഴുതയാണോ എന്തോ, അത് അതിനുവേണ്ടി ആടോ എന്തൊക്കെയാണെങ്കിലും അതിന് കടക്കാനുള്ള സ്ഥലമാണ് കാല്. അവിടെ അതിന്റെ വിസർജനമൊക്കെയാണ് കിടക്കുന്നത്, അതിന്റെ മോഷണം യൂറിനും ഒക്കെയാണ്. അവിടെ ഒരിക്കലും പ്രസവിക്കാൻ പറ്റത്തില്ല. അവിടെയല്ല പ്രസവിച്ചത്. പ്രസവിച്ചത് എവിടെയാണ്? ഈ കാലുകൾ കിടക്കുന്ന ഈ കാലിത്തൊഴുത്തിന്റെ മുൻപിൽ ഒരു മരം കൊണ്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിന്റെ പേരാണ് പുൽത്തൊട്ടി അല്ലെങ്കിൽ പുൽത്തൊഴുത്ത് എന്ന് പറയും. അപ്പോൾ എന്താണ്? പുൽത്തൊട്ടിയിലാണ് പ്രസവിച്ചത്. പുൽത്തൊട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ പുറകിൽ നിൽക്കുന്ന കാലികൾക്ക് ഭക്ഷണം ഇട്ടു കൊടുക്കുന്ന മരം കൊണ്ടുള്ള ഒരു ബോക്സ് ആണത്. അതിനകത്ത് മറിയം പ്രസവിച്ചു. അപ്പൊ നമ്മൾ ചിലപ്പം പറയും, എന്തുകൊണ്ട് അവിടെ പ്രസവിച്ചേ? നമ്മൾ പറയും സത്രത്തിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണെന്ന് നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയും. പ്രിയമുള്ളവരെ, സത്രത്തിൽ സ്ഥലം ഉണ്ടെങ്കിൽ പോലും കൊടുക്കരുത്. കാരണം പരിശുദ്ധാത്മാവാണല്ലോ ഈ യേശുവിനെയും മറിയത്തെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അറിയാണ്ടല്ല, ദൈവം തന്നെയാണ് ഇതെല്ലാം ഇടപെടുന്നത്. ജോസഫ് സത്രത്തിലൊക്കെ പോയി സ്ഥലമൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പൊ ഈ ബത്ലഹേമിലെ ഈ പുൽത്തൊട്ടിയിലോട്ട് വരുന്നതിന്റെ കാരണം ബൈബിളിന്റെ മുഴുവൻ മെസ്സേജ് നമുക്ക് തരാൻ വേണ്ടിയാണ്. ബൈബിളിന്റെ മുഴുവനും മെസ്സേജാണ് ഈ സംഭവത്തിൽ ഇരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുൽത്തൊട്ടിയിൽ ഇട്ടു കൊടുക്കുന്നത് മുഴുവൻ തിന്നാനുള്ളതാണ്, അല്ലെ ഭക്ഷിക്കാനുള്ളതാണ്. പുറകിലുള്ള കാലികൾക്കല്ലെന്ന് മാത്രം. എന്നാൽ പുൽത്തൊട്ടിയിൽ ഇട്ടു കൊടുക്കുന്നത് കാലികൾക്ക് തിന്നാനുള്ളതാണ്. പക്ഷെ മറിയം യേശുവിനെ അവിടെ പ്രസവിക്കാൻ കാരണം കാലികൾക്ക് തിന്നാനുള്ളതല്ല. കാരണം എന്താണ്? അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദത്തിന്റെ അവയെടുക്കലോട്ട് ഉൽപ്പത്തിയിലോട്ട് പോകണം, പറുദീസയിലേക്ക് പോകണം. പറുദീസയിൽ വെച്ച് ദൈവം ആദത്തോടും അവയോടും പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ തിന്നരുത്, ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ നിങ്ങളത് കഴിച്ചാൽ മരിക്കും. അത് കഴിച്ചു, അപ്പം മരണം സംഭവിച്ചു. ഇനിയും ഇവർക്ക് ജീവൻ കിട്ടണമെങ്കിൽ യോഹന്നാൻ 10:10 അതിന്റെ ബി പറയുന്നുണ്ട്, 2-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. അപ്പൊ യേശു എന്തിനുള്ളതാണ്? ജീവൻ കിട്ടുന്നതാണ്.
അപ്പൊ മറിയം യേശുവിനെ പുൽത്തൊട്ടി പ്രസവിച്ചത് എന്തിനാണ്? യേശുവിനെ തിന്നാനുള്ളതാണ്. കാരണം തിന്നാനുള്ള സാധനം ഇട്ട് കൊടുക്കുന്നതാണ് പുൽത്തൊട്ടി. അപ്പൊ യേശുവിനെ മറിയം എന്തിനാണ് പുൽത്തൊട്ടി പ്രസവിച്ചത്? യേശുവിനെ തിന്നാനുള്ളതാണ്. അന്നേരം പിടിച്ച് തിന്നരുത്. ഇതാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 54-55 തിരുവനന്തപുരത്തിലോട്ടൊക്കെ വരുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഈശോ സെഹിയോൻ ഉണ്ടിശാല വെച്ച് ഗോതമ്പപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. ഈശോയ്ക്ക് വെളിവില്ലായ്മയല്ല. ഈശോയ്ക്ക് യസമേന്തോട്ടത്തിലോട്ട് എത്തിയിട്ടില്ല. അടിയെല്ലാം കിട്ടി ആകപ്പാടെ തലച്ചോറിന്റെ അല്ലെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടൊന്നുമില്ല അവിടെ. അന്നേരം സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഒട്ടും പ്രശ്നമില്ല. ഈശോ ഇവിടെ ഈ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഇനി മരിക്കില്ല, അവൻ നിത്യജീവനിലോട്ട് പ്രവേശിക്കും. എന്ന് വെച്ചാൽ പറുദീസയിൽ വെച്ച് ഉൽപ്പത്തി 3:17 വായിക്കും. നമുക്ക് അവിടെ ഇങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കാണാൻ പറ്റും, തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗമേ, നിങ്ങൾക്കിനിയും ജീവൻ കിട്ടാൻ മറിയം ഇതാ പുൽത്തൊട്ടിയിൽ യേശുവിനെ പ്രസവിച്ചിട്ടിരിക്കുന്നു. ഈ ശിശുവിനെ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ജീവൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഏതേൻ തോട്ടത്തിൽ വെച്ച് മരണം സ്വന്തമാക്കിയ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിന് മറിയം പ്രസവിച്ച ശിശുവായ യേശുവിനെ ഭക്ഷിക്കാതെ ഇനിയും ജീവൻ കിട്ടത്തില്ല. അപ്പൊ ജീവൻ കിട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ യേശു ഈ പരിശുദ്ധ കുർബാന സ്ഥാപിക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ടാണ് മത്തായി 16:18 ഈശോ സഭ സ്ഥാപിച്ച, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കുകയാണ്. എന്നിട്ടാണ് അവിടെ ഈശോ കൂദാശകളൊക്കെ സ്ഥാപിക്കുന്നത്. കാരണം ഈ കൂദാശയിലൂടെ മാത്രമേ ജീവൻ കിട്ടത്തുള്ളൂ. കാരണം ഏതേൻ തോട്ടത്തിൽ വെച്ച് എന്തെങ്കിലും കേട്ടിട്ടല്ല ജീവൻ പോയത്. ഈ പിതാവായ ദൈവം നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു. ചിലർ പറയുന്നത് സുവിശേഷം പ്രഘോഷണം മാത്രം മതി എന്നാണ്. ഇതാണ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ളവർക്ക് ചില കൂദാശ വേണ്ടാത്തത്. അങ്ങനെ ഈശോ അപ്പം എടുത്ത് ചെയ്തതും കൂടെ വേണ്ടേ? പിതാവായ ദൈവം പറഞ്ഞപ്പം ജീവൻ നഷ്ടപ്പെട്ടില്ല. ഈ പഴം പറിച്ച് തിന്നപ്പോഴാണ്, എന്തോ തിന്നു, അത് പഴമോ എന്തോ ആട്ടെ, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നു. അപ്പൊ എന്തോ ഭക്ഷിച്ചപ്പോഴാണ് ജീവൻ പോയത്. ഇനി എന്തോ ഭക്ഷിക്കണം. എന്ത് ഭക്ഷിക്കണം? എന്തേലും ഭക്ഷിച്ചാൽ പോരാ, ജീവൻ കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. അതാണ് ജീവൻ തന്നെയായ ക്രിസ്തുവിനെ, മറിയം പ്രസവിച്ച ശിശുവിനെ ഈശോ സെഹിയോൻ ഉണ്ടിശാലയിൽ വെച്ച് ഈ ശിശു സമയത്തിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ വാങ്ങി ഭക്ഷിക്കണം. നോക്കിയേ, ഇതാണ് ബൈബിളിന്റെ മുഴുവൻ മെസ്സേജ്. ഒരു പഴം തിന്നപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു. അതൊരു സ്ത്രീയാണ് ആ പഴം തിന്നത്. രണ്ടാമത്തെ ഹൗവയായ മറിയത്തിലൂടെയാണ് ഈ പഴമാകുന്ന യേശു പുറത്തോട്ട് വരുന്നത്. ഈ യേശുവിനെ നമുക്ക് ഭക്ഷിക്കണം, വേറെ ഒരു മാർഗവും ഇല്ല. യോഹന്നാൻ 6-ാം അധ്യായം 60 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ ഇത് ഈശോ ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇത് കഠിനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് ഇറങ്ങിപ്പോയി. അതാണ് ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള ചില ഈ മറിയത്തെയും കൂദാശകളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ ടീമുകൾ. അവർ അന്ന് ഇറങ്ങിപ്പോയതാണ്. അവർക്കത് പറ്റത്തില്ല. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങളും പൊക്കോളാൻ പറഞ്ഞു 12 പേരോട്. അവരേതായാലും പോയില്ല കേട്ടോ. നിത്യജീവന്റെ വരച്ച് നിന്റെ മക്കളാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അവര് പോയില്ല. കാരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് നമുക്ക് മാത്രമല്ല, അന്നും അങ്ങനെയായിരുന്നു. 3 വർഷം ട്രെയിനിങ് കൊടുത്തവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർക്കും എന്തൊക്കെയോ അതുകൊണ്ടാണ് ഈശോ അവരോട് പറഞ്ഞതല്ല, ചുമ്മാ പറഞ്ഞതല്ല. പക്ഷെ അവരേതായാലും പോയില്ല കേട്ടോ. യസമേൻ തോട്ടത്തിൽ വെച്ചൊക്കെ ഈ ടീമുകൾ തന്നെയാണ് ഓടുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ വചനം എല്ലാം 3 വർഷം നേരിട്ട് ദൈവം ട്രെയിനിങ് കൊടുത്ത അപ്പസ്തോലന്മാർക്ക് പോലും ഇതൊന്നും മനസ്സിലായില്ല. ഇവിടെ വെച്ചതൊക്കെ ഓടിയില്ലെങ്കിൽ പോലും യസമേൻ തോട്ടത്തിൽ വെച്ച ടീമുകളെല്ലാം പോയി. എല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ അടക്കം ഓടിപ്പോയി. ഈ പത്രോസ് തന്നെയാണ് പറയുന്നത്, ഈ സംഭവം എല്ലാം വലിയ വെളിപ്പെടുത്തിയ പത്രോസ് തന്നെയാണ് പറയുന്നത്, ഞാൻ അവനെ അറിയ പോലും ഇല്ലെന്ന്. ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം. ഈശോ ഉയർത്തെഴുന്നിട്ട് കഴിഞ്ഞപ്പോൾ പോലും അവർ പറയുന്നുണ്ട് ഭൂതമാണെന്നൊക്കെ പലപ്പോഴും പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വചനത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ ബുദ്ധിക്കൊന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല, ഇത് ദൈവത്തിന്റെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബിടെക്കിന്റെയോ എംടെക്കിന്റെയോ MBBSന്റെയോ പഠനങ്ങൾ പുസ്തകം എടുത്ത് വായിച്ച് മൈഹാട്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ റാങ്ക് നേടാൻ വേണ്ടി പഠിക്കുന്ന ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ കഴിവ് പോലെ അല്ലിത്. ഇത് മനുഷ്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ശിശുക്കൾക്ക് ചെറുതാകണം, എളിമപ്പെടണം, ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കണം. നോക്കി, ശക്തനായ സാംസൺ വീണുപോയില്ലേ? ശക്തി ഇല്ലാണ്ടോ? അവന്റെ ശക്തിയിൽ ആശ്രയിച്ചു, ശക്തി കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചില്ല. സോളമൻ സർവ്വജ്ഞാനിയായിരുന്നു, ദൈവജ്ഞാനെയാണ് ജ്ഞാനം കൊടുത്തത്. പക്ഷെ അവന്റെ വീഴ്ച കണ്ടോ? വീണുപോയില്ലേ? പക്ഷെ ജ്ഞാനമല്ല വലുത്, ജ്ഞാനം കൊടുക്കുന്ന ദൈവമാണ് വലുത്. നമുക്ക് എന്തെങ്കിലും ദൈവം തന്നു കഴിയുമ്പോൾ അതാണ് സംഭവം എന്ന് വിചാരിച്ചോണ്ടിരിക്കരുത്. ബൈബിള് മുഴുവൻ എനിക്കറിയാം ഉണ്ടോ, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാം. അങ്ങനല്ല പ്രിയമുള്ളവരെ, എന്തെല്ലാം പഠിച്ചാലും നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതൊന്നുമല്ല ദൈവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പരിശുദ്ധ കന്യകാമറിയും പുൽത്തൊട്ടിയിൽ യേശുവും. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ പറയാറുണ്ട്.
നമ്മുടെ ബർത്ത്ഡേ നമ്മൾ പറയുന്നത് നമ്മുടെ അമ്മ പ്രസവിച്ച ദിവസത്തെയാണ് നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ദിവസവും പറയും, മാസവും വർഷവും പറയും. ഇത് ശരിക്കും ബർത്ത്ഡേ ഒന്നും അല്ല. കാരണം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചതെന്നാ നമുക്കറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. 1 മാസം കഴിഞ്ഞ് അമ്മ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ പോലും അറിയുന്നത്. പിന്നെ അപ്പൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അമ്മ പോലും അറിയുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കുട്ടി ഉണ്ടായി, പ്രഗ്നന്റ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ അമ്മ നമ്മളെ പ്രസവിക്കുന്ന ദിവസമാണ് നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അന്നല്ലല്ലോ, അതിനു മുമ്പേ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് ചില സ്ത്രീകൾ 7-ാം മാസം പ്രസവിക്കുന്നവരുണ്ട്, 8-ാം മാസം പ്രസവിക്കുന്നവരുണ്ട്, ചിലപ്പോൾ 2-ാം മാസം അബോർഷനായി പോകുന്നവരുണ്ട്. അബോർഷൻ ആകുന്ന കാരണം എന്നാ? കുട്ടി ഉദരത്തിൽ ജനിച്ചിട്ടുണ്ട്. ജനിക്കാതെ എങ്ങനെ അബോർഷൻ ആകുന്നത്? അബോർഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ചുപോയി, തനിയെ മരിച്ചു പോകുന്നതായിരിക്കും എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ബർത്ത്ഡേ ഉണ്ടോ? ഇല്ല. എന്നാ ബർത്ത്ഡേ? അമ്മയ്ക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്നാണത്? ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ജനിച്ചത് എന്നാണ്? മംഗളവാർത്ത ദിവസവും. ഈ ഭൂമിയിൽ ഒരു ജനന ഡേറ്റ് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആരുടെ? യേശു ക്രിസ്തുവിന്റെ. അത് മറിയത്തിന്റെ ഉദരത്തിൽ മംഗളവാർത്ത ദിവസം മാർച്ച് 25-ാം തീയതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ എന്തൊക്കെയോ കുറെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഈ വലിയ മഹാകാര്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ചെറിയവരായ നമുക്ക് എത്രയോ വലിയ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. മറിയത്തെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ അമലോത്ഭവമാക്കി നിത്യകന്യകയാക്കി ആ മറിയത്തിന്റെ ഉദരത്തിലൂടെ വന്നതുകൊണ്ടല്ലേ നമുക്കൊക്കെ ഇപ്പം നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ, അല്ലെ കൂദാശകൾ, അല്ലെ കുമ്പസാരം, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാനും ഒക്കെ ഈ യേശു മറിയത്തിലൂടെ കടന്നു വന്നതുകൊണ്ടല്ലേ. മറിയ ഹവ്വയെ പോലെ മറുതലിച്ചിരുന്നെങ്കിലോ ഏത് രീതിയിലും മറുതലിക്കാമല്ലോ. പക്ഷെ മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ചെറുതായ ആ മറിയത്തിന്റെ മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അപ്പൊ യേശുവിനെ ഉൾക്കൊള്ളാൻ മറിയത്തിന് സാധിച്ചതുപോലെ നമുക്കും ദൈവത്തെയും ദൈവിക പദ്ധതികളെയും മറിയത്തിലൂടെയുള്ള പദ്ധതികളെയെല്ലാം നമുക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പൊ മറിയം നമുക്ക് വലിയൊരു സംഭവമായി മാറത്തൊന്നുമില്ല. നമ്മളിലൂടെയും ദൈവം ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ എല്ലാം ഉണർത്തട്ടെ. നമുക്കറിയാം പൗലോസ്ലീഹ അപ്പോസ്തലപ്രവർത്തനം 14:16 പൗലോസ്ലീഹ വലിയ കാര്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അഭിഷേകത്താൽ. എന്നാൽ തിയത്തീറ പട്ടണത്തിൽ വന്ന ലിദിയ എന്ന് പറയുന്ന സ്ത്രീ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഈശോ എന്ത് ചെയ്തു? അവളുടെ ഹൃദയം തുറന്നു കൊടുത്തു. അതുകൊണ്ട് ആരാ തുറന്നു കൊടുത്തത്? യേശു തന്നെ അവളുടെ ഹൃദയം തുറന്നു കൊടുത്തു. അപ്പം വചനമൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തതിന്റെ കാരണം പാപം ചെയ്ത് ഹൃദയം അടയപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ഈശോ തുറന്നു തരും. നമുക്ക് തുറന്നു തരുമ്പോൾ നമുക്ക് ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.